സ്ഥലം വരെ പോവുകയാണ്. എവിടെയാണ് പോകുന്നതെന്നുള്ളത് ഒരു സർപ്രൈസാണ്. അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പം നമ്മൾ ചേട്ടൻ ഡ്രൈവ് ചെയ്യുകയാണ്. ടോക്കു ബാക്കിൽ അവൻ്റെ കലാപരിപാടിയായിട്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്കവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് പറഞ്ഞ സർപ്രൈസ്. നമ്മൾ കൊച്ചിയിലെ ലേ മെറിഡിയനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കുറച്ച് പേർക്ക് മനസ്സിലായി കാണും നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. ഇപ്പോൾ കാറെല്ലാം ചെക്ക് ചെയ്താണ് നമ്മൾ അകത്തേക്ക് കയറ്റി വിടുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാർക്ക് ചെയ്ത് നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് കയറ്റി വിടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ബാഗും ഫോണും ഒക്കെ വെച്ച് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമ്മളിപ്പോൾ അകത്തേക്ക് കയറി. നമ്മൾ ഇതാണ് നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വന്നതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ഫിഷ് നിർവ്വാണ ടേസ്റ്റ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒത്തിരി വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ടപ്പോൾ തൊട്ടേയുള്ള ആഗ്രഹമാണ് ഇതൊന്ന് എന്തായാലും ഒന്ന് ഒരു ദിവസം പോയി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുള്ളത്. അപ്പോൾ അതിന്ന് സഫലമായിരിക്കുകയാണ്. അവിടെ നല്ലൊരു ആംബിയൻസാണ്. നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് പുറത്ത് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാനായിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറും എല്ലാം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓർഡറെല്ലാം ചെയ്തിട്ട് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഫസ്റ്റ് ടോക്കുവിനാണ് കൊടുത്തത്. മോന് കൊടുത്തപ്പോഴത്തേക്കും മോൻ്റെ എക്സ്പ്രഷൻ ഇത് ആരും പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നതല്ല കേട്ടോ. അവൻ തന്നെ എന്നെ കുടിച്ചിട്ട് ഒരു എക്സ്പ്രഷൻ ചെയ്തതാണ്. ഇപ്പോൾ രണ്ടാമത് വന്നിരിക്കുന്നത് ഇതൊരു അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. പാനിപ്പൂരിയിൽ മോര് യൂസ് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ മാംഗോ പിക്കിളാണ് ഇട്ടിട്ടുള്ളത്. അതിൽ ഈ മോര് ഒഴിച്ച് കഴിക്കുക. പിന്നെ നമ്മുടെ ഇഞ്ചിപ്പുളി ചിക്കനാണിത്. ഇതെന്ന് പറയുന്നത് ഇഞ്ചിപ്പുളി ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഇതിപ്പോൾ പാനിപ്പൂരി അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മിക്സർ എടുത്തിട്ടില്ല കേട്ടോ. എനിക്കത് മിക്സർ എന്തോ അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പിന്നെ നമ്മൾ പ്രോൺസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രോൺസ് നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റം ഇത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നിങ്ങളൊന്ന് കമൻറ്റിൽ ഇടേണ്ടതാണ്. ഇത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ എന്താണെന്നുള്ളത് ഇടുന്നുണ്ട്. നിങ്ങളത് എന്താണെന്നൊന്ന് ഗസ് ചെയ്തിട്ട് കമൻറ്റിൽ ഇട്ടേക്കുക. പിന്നെ നമ്മുടെ നൂൽ പൊറോട്ട നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫിഷ് നിർവ്വാണ എന്ന് പറയുന്നത്. കിങ് ഫിഷിൻ്റെ ആയിരുന്നു. വാഴയിലയിലാണ് നമ്മുടെ ഫിഷ് നിർവ്വാണ കൊണ്ട് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ചിക്കൻ കറി, തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നല്ല ഒരു ചിക്കൻ കറി. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എല്ലാം ഒരു ക്രീമി ടേസ്റ്റാണ്. ഇതിനെല്ലാം നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ക്രീമി ടേസ്റ്റാണ്. മറ്റേത് ഇപ്പോൾ കൊണ്ടുവച്ചത് മട്ടൻ ആണ്. മട്ടൻ നോർമലാണ്. ചിക്കനിലും നിർവ്വാണയിലും നമുക്കൊരു ക്രീമി ടേസ്റ്റ് ഫീൽ ചെയ്യും. പിന്നെ റൈസ്, പിന്നെ ഉള്ളിത്തീയലാണ് അതിനടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിഷ് നിർവ്വാണ ഒട്ടും സ്പൈസി അല്ല. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാടങ്ങ് ഇഷ്ടമാവണമെന്നില്ല. പക്ഷെ എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കൊണ്ടുവന്ന യെല്ലോ കറി അത് എന്താണെന്ന് ഞാൻ മറന്നുപോയി. എല്ലാം കൊണ്ടുവരുമ്പോഴേ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് എന്നുള്ളത്. പക്ഷെ ഞാൻ അത് വിട്ടുപോയി. പിന്നെ നമുക്ക് ബ്രെഡ് ഐറ്റംസ് ആയിട്ട് അപ്പവും നൂൽ പൊറോട്ടയാണ് ഉള്ളത്. അപ്പം ഞാൻ അപ്പത്തിൻ്റെ കൂടെ നമ്മുടെ ഫിഷ് നിർവ്വാണ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചെടുത്തതാണ്. നമ്മുടെ ആ ഗ്രേവി കാണുമ്പോഴേ അറിയാം അതൊരു ക്രീമി ടേസ്റ്റ് ആണെന്നുള്ളത്. അപ്പം ഞാൻ അപ്പവും ഫിഷ് നിർവ്വാണയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഒട്ടും തന്നെ സ്പൈസി ആയിട്ട് എനിക്ക് തോന്നിയില്ല. കഴിച്ചപ്പോഴത്തേക്കും തന്നെ നല്ല ഒരു ക്രീമി ടെക്സ്ചറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി കഴിച്ചായിരുന്നു അത്. പിന്നെ ഞാൻ കുറച്ച് റൈസ് എടുത്തു. റൈസ്
ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് ഇത്രയും കൂടെ കണ്ടപ്പോൾ തന്നെ ഏതാണ്ട് ഒരു വയറ് ഫുള്ളായ ഒരു ഫീലായിരുന്നു. അപ്പോൾ ഈ റൈസിൻ്റെ കൂടെ ഞാൻ ഉള്ളിത്തീയലാണ് എടുത്തത്. ഉള്ളിത്തീയലും പിന്നെ ഈ ചിക്കൻ കറിയും എടുത്തത്. ചിക്കൻ കറിയും നല്ലൊരു ക്രീമി ടെക്സ്ചർ തന്നെയായിരുന്നു. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട നല്ലൊരു ചിക്കൻ കറിയായിരുന്നു. തെറ്റില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഡെസേർട്ടായിട്ട് കൊണ്ടുവന്നത് 2 പേസ്ട്രീസ് കൊണ്ടുവന്നായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കഴിച്ചു. പിന്നെ ഇതാ അവിടെ ഒരു സൈഡിലായിട്ട് നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ വാളിൽ ഷെഫ് ആക്ടേഴ്സും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മോഹൻലാൽ, മമ്മൂട്ടി, ദുൽഖർ, ജയറാം അങ്ങനെ ഒത്തിരി പേരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വാളിൽ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തെ വ്യൂ കാണാനായിട്ട് ഇറങ്ങിയതാണ്. നല്ലൊരു വ്യൂ ആണ്. ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരു ഊഞ്ഞാലും അങ്ങനെ ഒരു ചെറിയൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ ഓടിക്കളിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ നിങ്ങളടുത്ത് ഫസ്റ്റ് ഫുഡ് ഗസ് ചെയ്യാൻ പറഞ്ഞ ഐറ്റം എന്താണെന്ന് അത് കപ്പയായിരുന്നു. നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മളിനി അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതേതാണെന്ന് സ്ഥലം അറിയാനായിട്ട് അടുത്ത എൻ്റെ വീഡിയോ മിസ് ചെയ്ത് നിങ്ങൾ കാണുക. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ ബൈ. തീരല്ലേ വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ നിറയെ പൂക്കും